ഇപ്പം എൻ്റെ അടുത്ത് 2 സബ്ജക്റ്റും എൻ്റെ അടുത്ത് ചോദിച്ചു, 2 കൂട്ടർ ചോദിച്ചു, 2ന് ഞാൻ ഇതാ മറുപടി പറഞ്ഞത്. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അതല്ലേ ശരി? നമ്മൾ എന്തെന്ന് കണ്ടിട്ട് ഗിന്നീസ് ബുക്കിൽ കൊടുക്കുക, ഓരോരുത്തർ കഷ്ടപ്പെട്ട് 2500 3000 പിള്ളേരെ ഇറക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ജോലിയുണ്ട്, ഇല്ലായൊന്നുമില്ല. ഞാൻ ഒരു സജഷൻ മാത്രമേ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ 2500 ആയാലും 3000 ആയാലും 10 പേര് വെച്ചൊന്ന് കളിപ്പിച്ചാട്ടെ. അപ്പോൾ അതിൽ എത്ര കുട്ടി നന്നായിട്ട് കളിക്കണ്ടോ നമുക്കറിയാൻ പറ്റും. ശരിയല്ലേ? 10 25 എന്നിട്ട് കൂട്ടത്തിൽ നിർത്തുക. മനസ്സിലായില്ലേ? എന്നിട്ട് അത് എല്ലാ കുട്ടികളെയും കാണുന്ന രീതിയിൽ ക്യാമറ വയ്ക്കണം. എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ആർട്ടിസ്റ്റുകളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഇത്രയും കുട്ടികളെ വേഷം കെട്ടി നിർത്താനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഞാൻ അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാനേ പോയില്ല. അതല്ലേ ശരി? അല്ലാതെ ഞാൻ ഇന്നതുപോലെ ചെയ്തു, എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥകൾ ഇവർക്ക് വല്ലതും അറിയായിരുന്നു? വെറുതെ ചാനലിൽ വന്നിരുന്ന അങ്ങ് പറയാ, അസഭ്യം പറയും. അസഭ്യം എന്ന ഒറ്റ വാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരും ഏറ്റവും മ്ലേച്ഛമായും നികൃഷ്ടമായിട്ടുമാണ് ആ ഒരു അധിക്ഷേപം. ഒരുപക്ഷെ ടീച്ചറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ ജീവനോടെ കാണുമായിരുന്നില്ല. അതായിരുന്നു. പക്ഷെ അത് എൻ്റെ നാളിൻ്റെ ഒരു ഗുണമെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ നാളിൻ്റെ മൃഗം ആനയാണ്. ആന എപ്പോഴും ഇടയോ ഇടഞ്ഞാൽ കുഴപ്പമാണ്, മൊത്തം കുഴപ്പം. ഇനി അന്ന് വൈറലായ ഞാൻ അമൃത ടി വിക്കാർ ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നത്. അന്ന് വൈറലായ ഒരു പേരുണ്ട്, രാമു. അല്ലല്ല, അതിനകത്ത് രാമു എന്നല്ല, ദാമു. ദാമു എന്തായിരുന്നു രാമുവിന്റെ? അല്ല, അവര് ഞാൻ മുകളിലിരിക്കുകയായിരുന്നു. എനിക്ക് ഇവരുടെ താല്പര്യമില്ല. അതുമല്ല, ഗേറ്റ് പൂട്ടാൻ പറ്റിയില്ല. പെയിന്റ് അടിക്കുന്നു 2-3 പേര് ഫ്രണ്ട് അടിക്കുക. അപ്പൊ നമ്മൾ അവർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഗേറ്റ് പൂട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു അറ്റാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവര് കുറച്ച് സാമാന്യം ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ. കാര്യം നമ്മൾ പലതും ചാനലുകളിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്. കടക്ക് പുറത്ത് ഇറങ്ങി പുറത്ത് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അയ്യോ പാവങ്ങള്, അവരുടെ ജോലിയല്ല അവർ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതല്ല പറയണ്ട. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. രാമു അടി കൊടുത്തേനല്ലേ ചിലപ്പോ? രാമു അടി കൊടുക്കണമല്ല. അപ്പൊ ഇവൻ കാരണം ഞാൻ മോളിൽ ഇറങ്ങി വന്നേ. അതിനെ കുറിച്ച് ഞാൻ ഒരു ചാനലിൽ പറഞ്ഞു. അത് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ മക്കൾ പറഞ്ഞത് കേൾക്കണം. നല്ല മക്കളാവണം, തീരെ കുഴപ്പമുള്ള മക്കളല്ല. നല്ല കുടുംബത്തിൽ ഒരു 2 ആൺകുട്ടികളോ പെൺകുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴേ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് പ്രായമായി. അപ്പോൾ അയലോക്കത്തുനിന്ന് ഒരു പ്രശ്നം വന്നു, നാട്ടിൽ നിന്ന് ഒരു പ്രശ്നം വന്നു വരുമ്പോൾ അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. അപ്പം പ്രായപൂർത്തിയായ മക്കൾ എന്ത് ചെയ്യും? അച്ഛൻ ചെയ്ത് ശരിയല്ല അങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ആര്? അച്ഛൻ. എന്നാലും ആ കുടുംബത്തിൽ സ്വസ്ഥതയുള്ളൂ. നീ പോടാ, നീ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ല, ഞാൻ ചെയ്താൽ ശരി എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമായി. അപ്പം എന്ന് പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം എൻ്റെ മോനെ ഉള്ളിൻ്റെ ഉള്ളിൽ റെസ്പെക്ട് ചെയ്യണ കൂട്ടത്തിലാണ്. പിന്നെ അവന് കുറച്ച് കുഴപ്പങ്ങളുണ്ടോ ഇല്ലെന്ന് വെച്ചാൽ അത് സാധാരണ ഇല്ല സമൂഹത്തിന് അതിനെ കുറെ പരിഹസിച്ചിട്ട്. അത് മാത്രല്ല, എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, എന്നെ വ്യക്തിപരമായിട്ട് നല്ലപോലെ അറിയാമെന്നുള്ളതുപോലെയാണ് ഇവരുടെയൊക്കെ സംസാരം. നമശിവായ ഇവർക്ക് എന്നെ അറിഞ്ഞുകൂടാ. പലരും കരുതിയിരുന്നത് എന്താണെന്ന് അറിയുമോ? കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയാണ് ഇവർ ആരാണെന്ന് പോലും അറിയില്ല. സിനിമാ നടി വേറൊരുത്തി, ഒരു സഹനടിയായിട്ട് നമ്മൾ നടിയായിട്ടൊന്നും അവരെ കൂട്ടിയിട്ടില്ല, ഞാൻ കൂട്ടിയിട്ടില്ല. അവർ പറയാണേ ഇത് ഡ്യൂപ്ലിക്കേറ്റാ. ആര്? ഞാന്. അപ്പൊ ഒറിജിനൽ ആളെ ഇവർ കണ്ടിട്ടുണ്ടോ? ഈ കലാമണ്ഡലത്തിന്റെ നാടകയുടെ ബസ്സിൽ പോലും പൂർവ്വ യോഗ്യതയിലേ പറഞ്ഞ വ്യക്തിക്ക് അവരാണ് എന്നെ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. അല്ല, ഇത് അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചാനലുകാർക്ക് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ ആളുകൾ, അതൊരു ഇഷ്യൂ ആവണം. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു വഴി ഇവരെന്താ ചെയ്യാത്ത? ഒരാളെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും ആ ഒരു ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വിളിക്കുന്നത് തന്നെ എന്തോ വലിയ കാര്യമാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഉണരുന്നു, ഈ പറയുന്ന ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു വിട്ടു, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഈ പറഞ്ഞതുപോലെ സമ്പാദിക്കുന്നു, ജാഗോർ വാങ്ങിക്കാൻ പോകുന്നു. അപ്പം അതാണ് ടീച്ചറിന്റെ ലോകം, അല്ലെങ്കിൽ എയിം അതാണ്. പക്ഷെ ഇവരുടെ അതങ്ങനെയല്ല. ഇതിപ്പം മറ്റേ ചാനൽ തന്നെ വിളിക്കുമോ? വിളിച്ച് വലിയ കാര്യമായി, ഇനി അടുത്ത് വിളിക്കുമോ? അടുത്ത് കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി ശ്രദ്ധിക്കപ്പെട്ടാലേ അടുത്തുള്ള ആൾ വിളിക്കൂ.
അതുകൊണ്ട് അവരത് ചെയ്യുന്നു. അതുകൊണ്ട് അവര് കുറ്റം പറയേണ്ട ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവർക്ക്. ഞാൻ ആലോചിച്ചു, എനിക്ക് അവരോട് സഹതാപേ ഉള്ളൂ സുമേഷ്, സത്യം. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലെ ഒരു സീനിയർ വക്കീല്, ഒരു ലേഡി, അതിനങ്ങടെ വന്നാൽ അന്തസ്സായിട്ട് മറുപടി കൊടുത്തു. ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ഞാൻ എന്താ അറിയാ, ഞാൻ ഇതിനൊന്നും എന്താണ് പറയാ, കറിയിലിട്ടുന്ന കരിവേപ്പില ആവശ്യം കഴിയുമ്പോൾ കളയും. ഒരു കാലത്ത് കളയുമായിരുന്നു, ഇന്ന് ആരും കരിവേപ്പില കളയില്ല. എന്താ അറിയാ, അതായത് കൊളസ്ട്രോളിനോ എന്തിനൊക്കെയോ നല്ലതാ അത്ര. അത് ഷുഗറിനൊക്കെ നല്ല കരിവേപ്പില. അതെ 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 അതെ. അയ്യോ കെട്ടി വെച്ചിരിക്കാണ് 50 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കരിവേപ്പില. എന്താ പറയാ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ പിന്നെ അവള് ഇവള്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ അവൾ എന്നെ പറഞ്ഞ ആൾ വലിയ മെയിൻ നടിയായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല, ഒരു സഹനടിയായിട്ട് ഓടിക്കൊണ്ട് നടക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞാലോ അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അതിനെ എന്താ പറയുക, സഹതാപമുള്ളൂ എനിക്ക് അവരോട് ഒറ്റ വാക്കിൽ. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ല ചുട്ട മറുപടി പലരും കൊടുത്തു. ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ആ മറുപടി കൊടുത്ത ആൾക്ക് എന്നെ അറിയ പോലുമില്ല. അവർ പറഞ്ഞാൽ എന്താ അറിയാം, എനിക്ക് ആ ടീച്ചറിനെ അറിഞ്ഞേ കൂടാ. ആ സ്ത്രീ പറഞ്ഞതാ, എറണാകുളത്ത് ഒരു സീനിയർ വക്കീലാണ്. എനിക്ക് അറിഞ്ഞേ കൂടാ അവരെ. പക്ഷെ അവരെ കണ്ടാൽ ഞാൻ അവരെ കാലിൽ നമിക്കും. അവർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒന്ന് നീ ചെയ്യാവോ എന്ന് അവരോട് ചോദിച്ചേ. അത് പരസ്യമായിട്ടത് വിട്ടല്ലോ, രണ്ട് പ്രാവശ്യം വിട്ടു അവര്. അതുപോരെ സുമേഷേ, ഞാൻ എന്തിനാ പറയാൻ പോന്നേ? അല്ല, അങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി കേൾക്കാൻ ഞാൻ മറുപടി കൊടുക്കാം. പക്ഷെ ഇവരിപ്പോ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ പെൻഡ്രൈവിലുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം എടുത്തു വെച്ചു. മെയിൻ ആയിട്ടുള്ളത് പ്രയോഗിക്കും. ആവശ്യം വരികയാണെങ്കിൽ ഇവരെനിക്കെതിരെ വല്ലതിനും പോകണേ ഞാൻ 2 പെൻഡ്രൈവിൽ ഈ യൂട്യൂബ് ചാനലുകാർ പറഞ്ഞതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ MTയുടെ കൂടെ. ദൈവമേ, ഒന്ന് ആലോചിച്ച് നോക്ക്, MT എവിടെ കിടക്കണം, ഞാൻ എവിടെ കിടക്കണം. ഇതൊക്കെ പറയാൻ നാണോ മാനുണ്ട് ഇവർക്കൊക്കെ. ഞാൻ ഒറ്റ വാക്ക് എനിക്കതേ ഉള്ളൂ. കാശുണ്ടാക്കണം, നമുക്ക് എന്ത് പണി ചെയ്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോ. അതുപോലെ ഇപ്പോഴല്ലേ ഈ യൂട്യൂബ് ചാനലിൽ ഫോണിൽ ഇത്രയും കാര്യങ്ങൾ വന്നത് ഇപ്പോഴല്ലേ, ഒരു കാലത്തുണ്ടാകും ഇല്ല. അപ്പം അത് അന്തസ്സായിട്ട് ജോലി, അന്തസ്സായിട്ട്. അല്ലാണ്ട് കണ്ണി കണ്ട നമ്മളെന്ന് അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കല്യാണ ലൈഫ്, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ആരുടെ കൂടെയൊക്കെ ജീവിച്ചു എന്ന് ഈ പറയുന്ന വ്യക്തിക്ക് അറിയണം. ഇത് ഞാൻ പരസ്യമായിട്ട് പറയണത് അയാൾക്കെതിരെ പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭനായ ഇത്രയും വലിയൊരാൾ, നമ്മൾ അദ്ദേഹത്തിനെ കണ്ട കാല് തൊട്ട് തൊടും അല്ലേ? ശരിയല്ലേ? MTനെയൊക്കെ കണ്ട അപ്പം അദ്ദേഹം മരിച്ചു പോയി, എന്നാലും നമ്മളത് ഓർത്തു പോവാണ്. ഞാൻ സാറിൻ്റെ ഞാൻ കോഴിക്കോടൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ഇനിയിപ്പോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അല്ല ഇങ്ങനെയൊക്കെ അല്ല, ഇവർക്ക് എന്താ അറിയാം, ഇങ്ങനെയങ്ങ് ഒരു സ്ത്രീയെ എങ്ങനെ തേജോവധം ചെയ്യണം. അപ്പം അന്ന് നമ്മൾ സ്ത്രീയായിട്ട് ആരും കൂട്ടിയിട്ടില്ലേ. ഇപ്പോൾ നടക്കുന്ന കുറേ പ്രശ്നങ്ങളിലുള്ള സ്ത്രീകളെ മാത്രമേ സ്ത്രീയായിട്ട് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇതിനിപ്പോൾ ഒരു നല്ല നിയമങ്ങളൊക്കെ ഇനി വരും. ഇനി അങ്ങ് കണ്ടവാദി ഒന്നും പറയാനൊന്നും ആർക്കും പറ്റില്ല. അന്ന് മറ്റൊരു കാര്യം ഉണ്ടായത്, കുറേ പേര് പറയും, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, CPM പറയുന്നു ടീച്ചർ BJP കാരിയാണെന്ന്, BJP കാരി പറയുന്നു ടീച്ചർ പിന്നെ CPM കാരിയാണെന്ന്. എന്താണ് രാഷ്ട്രീയം? അതെ, എനിക്ക് സത്യമായിട്ട് ഒരു രാഷ്ട്രീയവും ഇല്ലായിരുന്നു, സത്യമായിട്ടും ഇല്ല. എന്നുവെച്ചാൽ ഇല്ല എന്ന് പറയാണ്ട് എന്നെ കണ്ടവരാരുമില്ല. രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല വ്യക്തികളെയും നമ്മൾ ചെറിയ നേതാവാണെങ്കിലും വലിയ നേതാവാണെങ്കിലും അതിൽ മിഡിലുള്ളവരെയൊക്കെ നമുക്ക് ഏകദേശം എൻ്റെ ഈ പ്രായത്തിലാണെങ്കിൽ കുറേ പേരെ എനിക്കറിയാം. 3 പാർട്ടി നമ്മൾ മെയിനായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ എൻ്റെ പല പ്രോഗ്രാംസിനും ഇനോഗ്രേഷന് വേണ്ടി ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ വിളിച്ചിട്ടുണ്ട്. സാറിന് എനിക്ക് പരിചയമുണ്ട്. പരിചയം എന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമിയുടെ ഇനോഗ്രേഷൻ ചെന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു മന്ത്രി, അന്ന് സാറ് MLA ആയിരുന്നു, സാറിനെ ഞാൻ ചെന്ന് വിളിച്ചു. സാറിന് അതിനെന്താ ടീച്ചറെ വരാം, എന്നാ ഡേറ്റ്, ഇന്ന ഡേറ്റ്. സാറ് വന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ക്രൗഡായിരുന്നു അവിടുത്തെ നമ്മുടെ തീർത്ഥപാദ മണ്ഡപത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സാറ് ചോദിച്ചു, ടീച്ചർ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞു കുറേ വർഷമായി സാറേ. ടീച്ചറിനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ, ഏതെങ്കിലും ഓരോ പൊസിഷനിലൊക്കെ ഇരിക്കുമല്ലോ, കലാകാരന്മാരിരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കുറേ ഉണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ ടീച്ചർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി ഇരിക്കാത്തെന്ത്, നിങ്ങൾ ടീച്ചറെ പോലെ സീനിയേഴ്സൊക്കെ ഇരിക്കേണ്ടേ അവിടെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ആര് വിളിക്കാനാ സാർ, നമുക്ക് അങ്ങനെ ആരുമില്ല പരിചയം,
ഇവിടെ എന്താണ് അതിൻ്റെ റൂട്ടൊന്നും അറിഞ്ഞുകൂടാ, വിളിച്ചിട്ടില്ല, എവിടെ ഇരുന്നിട്ടില്ല. അതിനെന്ത് നമ്മൾ കയറട്ടെ, റെഡിയാക്കി തരാം. ഞാനിരിക്കുന്നിടത്ത് സുമേഷ് ഇരുന്നിട്ട് കാര്യമില്ല. കലാകാരന്മാരിരിക്കുന്നിടത്ത് ഞങ്ങളിൽ ഇതിപ്പോൾ തളാങ്കുച്ചാൻ കിടത്തക്കെടുത്തോന്ന് പറഞ്ഞ് സുമേഷിനും എല്ലാം അറിയാവോ? ഇല്ല, അതറിയേണ്ടവർക്കെല്ലാം അറിയുള്ളൂ. ആ ടീച്ചർ എന്താ ചീത്ത വിളിച്ചെന്ന് പറയും, അതല്ലേ പറയുള്ളൂ. ടീച്ചർ എന്താ എന്നെ ചീത്ത വിളിച്ചു, ഞാൻ ഡാൻസിനകത്തൊരു ജദീര ഒരു വാക്കാ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സാറ് സൂക്ഷം പോലെ, അത് ലാസ്റ്റ് ഇയർ ആയിരുന്നു കോൺഗ്രസ്സുകാരിരിക്കുന്നത്. ആ ലാസ്റ്റ് ഇയർ സാറ് MLA ഞാൻ സാറിനെ പരിപാടിക്ക് വിളിക്കുന്നത്. ഈ ഒരു ബന്ധം വെച്ച് സാറ് എന്നെ കലാമണ്ഡലത്തിൽ ബോർഡിൽ കയറ്റി. അങ്ങനെയാണ് ഞാൻ അവിടെ കയറണത്. ഇതാണ് എൻ്റെ രാഷ്ട്രീയ ബന്ധം. അല്ലാതെ ഞാൻ രാഷ്ട്രീയക്കാരി എന്നിട്ട് അല്ല മെമ്പർഷിപ്പ് എടുക്കണതല്ല. അങ്ങനെ ചില നേതാക്കന്മാരായിട്ടൊക്കെ പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ CPM-ലെ പരിചയപ്പെടേണ്ടതായിട്ട് വരുമല്ലോ, അവിടെ കമ്മിറ്റിക്ക് പോകുന്നു. അങ്ങനെ ചിലരായിട്ടൊക്കെ പരിചയമുണ്ട്. അങ്ങനെ അതിൻ്റെ പാർട്ടി പ്രവർത്തനമില്ല. ഇത് കഴിയുമ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ക്യാമറാമാൻ എന്നെ പരിചയപ്പെട്ടു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അയാൾ. പരിചയപ്പെട്ടു. ഞാൻ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കണം. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പോന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ എന്തിനാ പിന്നെ ടീച്ചർ എവിടെയില്ല. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിലില്ല, ഞാൻ പിന്നെ എന്തിനാ പാർട്ടിയെ തൂങ്ങി പിടിച്ച് നടക്കേണ്ട, എനിക്ക് അതിൽ നിന്ന് പോകുന്നു ഇതിലേക്ക് പോകും അങ്ങോട്ട് ആ പരിപാടിയൊന്നും എനിക്കില്ല. രാഷ്ട്രീയം ഒന്നാമത് നമുക്ക് സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ. നമ്മൾ വോട്ട് ചെയ്യാൻ പോവും, ആരെങ്കിലും ജയിക്കും, അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നേതാവ് എന്നെ പരിചയപ്പെടാനായിട്ടൊരു അവസരം കിട്ടി. ഈ ക്യാമറാമാൻ്റെ ഇടപാട് വഴി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ഇതിൽ മെമ്പർഷിപ്പ് എടുക്ക്. ഞാൻ പറഞ്ഞു അതിനെന്താ എടുക്കാം. അപ്പോൾ CPM-ൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും മെമ്പർഷിപ്പ് എടുക്കട്ടെ, വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇവര് ഞാൻ ഈ BJP-കാരോട് പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് എന്തെങ്കിലും പോസ്റ്റൊക്കെ തരണം. എനിക്ക് അങ്ങനെ എങ്ങനെ ഞാൻ ചോദിക്കുന്ന പരിപാടി നമുക്കില്ല, അങ്ങനത്തെ പരിപാടി ഇല്ല. ഇവര് എന്നെ അങ്ങോട്ട് സ്റ്റേറ്റ് മെമ്പറാക്കി. ഇല്ലാന്ന് ഈ നേതാക്കന്മാരെന്ന് പറയട്ടെ, സ്റ്റേറ്റ് മെമ്പർ ആക്കിയല്ല. അല്ലല്ല, ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ പടപടാന്ന് മെസ്സേജുകൾ വരിക നമ്മുടെ വാർഡിൽ നിന്നൊക്കെ. അപ്പം ഞാൻ ടീച്ചറെ അഭിനന്ദനങ്ങൾ. അപ്പം ഞാൻ ഇതെന്തിനാ അഭിനന്ദനം? ടീച്ചറിൻ്റെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ വെച്ച എൻ്റെ ഒരു മോൻ സത്യത്തിൽ, എൻ്റെ അമ്മ സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ നമ്മുടെ ആ കേസ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് ഈ BJP-യിൽ 1-2 നേതാക്കന്മാർ പറയണേ, ഞങ്ങളുടെ പാർട്ടിയിലേ ഇല്ല അവര്, ഞങ്ങൾക്ക് അവരെ അറിഞ്ഞേ കൂടാന്ന്. എങ്ങനെയുണ്ട്? ഇതാണ് പാർട്ടി. അപ്പൊ നമുക്ക് പാർട്ടി വേണ്ട, നമ്മൾ ജോലി ചെയ്താ ജീവിക്കാം. ഇതാണ് എൻ്റെ പാർട്ടി പ്രവർത്തനം. ഇത്രയും ഞാൻ പ്രധാനമായിട്ടും ടീച്ചറോട് സംസാരിക്കണം എന്ന് വിചാരിച്ചത് ഇത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പും ഈ വിഷയങ്ങളൊക്കെ കെട്ടടങ്ങിയതിന് ശേഷം ഒരു അഭിമുഖം ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇനി അതിൻ്റെ പേരിൽ ആരെങ്കിലും ഇനി കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ എന്നുള്ളൊരു പല കാര്യങ്ങളും, അതുകൊണ്ട് ഞാനത് മിണ്ടിയില്ല. അല്ല, ഇതിപ്പോൾ ഇനി അവർ വീട്ടിലിരുന്നോളും. ചിലർ പറയണം, ചിലർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണ ടീച്ചറെ ഇന്ന പോലെയൊക്കെ അവർ പറയുന്നത്, ഇനി അവർ പുറത്തിറങ്ങില്ല, ഇനി അവർ വാ തുറക്കില്ല, ഇനി അവർ ഒരു യൂട്യൂബ് ചാനലുകളിലൊന്നും പോവില്ല, അവർക്ക് ഇനി അവർ അടങ്ങിയിരിക്കണമെങ്കിൽ ഞാൻ ഇനി 2ാമത് ജനിക്കണം. ശരിയല്ലേ? നമുക്ക് ഒരു ജന്മം തന്നിട്ടുണ്ടെങ്കിൽ ജനിച്ച് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കണേ ഇനി മരണേ ഉള്ളൂ. അതിനിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരും, അത് വേറെ കാര്യം. അല്ലാണ്ട് തിരിച്ച് നമ്മൾ ഇനി അല്ലാതെ വല്ലയിടത്തേക്കും പോകാൻ പറ്റുമോ? ഇല്ല. ഇനി ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാ. അത് ആരുടെ കയ്യിൽ നിന്നെങ്കിലും മരിച്ചോട്ടെ, നാളത്തെ പത്രത്തിൽ വരുമല്ലോ. ഇത്രയും വർഷം ജീവിച്ചു, ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു, ജാഗ്വാർ കാർ വരെ വാങ്ങാൻ പോണു. അത് മാത്രമല്ല, ഇനി ഞാൻ മരിച്ച ചിലപ്പോ പത്രക്കാരൊക്കെ ഇടുമായിരിക്കും. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്ത്രീ അങ്ങനെ ഇടില്ല. ഇനിയിപ്പോ എന്തായാലും അങ്ങനെ ഇടില്ലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അമൃത TV-യിൽ ഇന്റർവ്യൂ വന്നതോടുകൂടി ആൾക്കാരുടെയൊക്കെ അവരൊക്കെ ഇപ്പൊ കളം മാറ്റി ചവിട്ടി തുടങ്ങി. മനസ്സിലായി? ഒരാൾ വീണ് കിടക്കുമ്പോൾ, അതായത് തള്ളിയിട്ട് ചവിട്ടാൻ അവർക്ക് പലർക്കും പേടിയാണ്. ആരെങ്കിലും ഒരാൾ തള്ളിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ചവിട്ടാൻ അവർക്ക് വലിയ അതാണ് ഇപ്പൊ ബോച്ചയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോച്ചയെ പറഞ്ഞതിനെല്ലാം എല്ലാ തെമ്മാടിത്തരത്തിനും കൈയടിച്ചവന്മാരാണ് ഇന്ന് ബോച്ചയെ കുറ്റം പറയുന്നത്. പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ബോബി ചെമ്മണ്ണൂർ എന്നെ പറഞ്ഞത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അയ്യോ, ഇങ്ങനെയൊന്നും ഒരു സ്ത്രീക്കുണ്ടായ ഒരു മകനല്ലേ ഒരു സ്ത്രീ, ആ സ്ത്രീ എങ്ങനെ പ്രസവിച്ചു, പിന്നെ എത്ര പ്രസവവേദന അനുഭവിച്ചിട്ട് പ്രസവിച്ചു,
അല്ലെങ്കിൽ അവനെ ജനിച്ചപ്പോഴേ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ഈ വേഷത്തിൽ അങ്ങ് നടക്കുകയാണ്. അല്ലല്ലോ, എത്ര കഷ്ടപ്പെട്ട അമ്മ വളർത്തിണ്ടാക്കി വന്ന അതേപോലെ ഒരു അമ്മയുടെ മകളല്ലേ ഞാൻ. ആ ബോബി ചെമ്മണ്ണൂരിനെ എന്തറിയാൻ എന്നെ കുറിച്ച്? അയാൾ പറഞ്ഞിട്ടുള്ള വൃത്തികേടുകളുണ്ടല്ലോ, ദൈവം പോലും സഹിക്കില്ല. അപ്പോൾ ഇതിന് ദൈവമായിട്ട് എന്നെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ ഒരുത്തി വന്ന് പറഞ്ഞത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സുമേഷ് വായിച്ചു കാണുമായിരിക്കും. ഒരു ചാനലില് ഒരു യൂട്യൂബ് ചാനലിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാ. അവർക്ക് എന്തറിയാം നൃത്തം? എനിക്ക് നൃത്തം അറിയാന്നുള്ള നൃത്തക്കാരോട് ചോദിക്കണം അല്ലേ? അതല്ലേ ശരി. ഞാൻ എത്ര കണ്ട് അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ എന്തൊരു മറ്റേ വേറെ പണിക്ക് പോയാ? ഞങ്ങൾ പഠിക്കാൻ പോയതല്ലേ, അത് കണ്ട് ഞാൻ ചെന്നൈയിൽ പഠിച്ചല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞ അല്ല, ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും വർഷങ്ങൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരു കടമുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയല്ല, പതിറ്റാണ്ടുകളായി തുടങ്ങി. പല കുട്ടികളെയും കലോത്സവ വേദികളിലേക്ക് അയച്ചു. അവരെല്ലാം മത്സരിച്ച് സമ്മാനങ്ങൾ വാങ്ങിച്ചവരുണ്ട്, വിദേശത്ത് ജീവിക്കുന്നവരുണ്ട്, സിനിമയിൽ വന്നവരുണ്ട്. അപ്പൊ അതൊക്കെ മാനിക്കണ്ടേ? അന്ന് കലാമണ്ഡലത്തിൽ ഒപ്പം പഠിച്ചവര്, ജോലി ചെയ്തവര്, പല മേഖലകളിലുള്ള പരിചയക്കാര്, അവരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത്? സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാലേ സുമേഷിന് ശത്രുക്കളുണ്ടാ? പിന്നെ ഇഷ്ടം പോലെ. അതേപോലെ എനിക്കുണ്ട്. അവരങ്ങടെ ആഘോഷിച്ചു അടിപൊളിയായിട്ട്. ശത്രുക്കള് അപ്പൊ കലാമണ്ഡലത്തിൽ പഠിച്ചവര് ശത്രുക്കളുണ്ട്. അവിടെ നിന്ന് ഞാൻ 2 വർഷം ഞാൻ ജോലി ചെയ്യാൻ അപ്പോഴും ശത്രുക്കൾ. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ പലതും വന്ന് നമ്മളോട് പറയും, എല്ലാം സാധിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ഒരു ബോർഡിലിരിക്കുമ്പോൾ. അപ്പോൾ അവിടെ ശത്രുക്കൾ സാമാന്യം തെറ്റില്ലാതെ ഉണ്ട്. പഠിച്ചതിൽ എൻ്റെ ഇയറിൽ പഠിച്ചത് ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ കൂടെ പഠിച്ച പലരെ കണ്ട എൻ്റെ അമ്മയാണെന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം കളയണ ആളാ. പറഞ്ഞ അതും കൂടെ പറയാം. പുട്ടിയടിച്ച് വലിയ പൊട്ട് വെച്ച് അത് 2 പൊട്ട് വെച്ചാതുകൊണ്ടാ. അതുകൂടെ കാണട്ടെ. അല്ല, അപ്പൊ പിന്നെ ശത്രുക്കൾ ആഘോഷിച്ചു. അത് കേരളത്തിൽ എന്നെ അറിയാവുന്ന നല്ല ആൾക്കാരുണ്ടെങ്കിലും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും അതിനകത്ത് ചിലർ അസൂയ കാലുകളുണ്ടല്ലോ, അവരൊക്കെ കുറച്ച് നമുക്ക് ഓപ്പോസിറ്റായിട്ട് സംസാരിച്ചു. അതൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. എൻ്റെ നേരെ ഒന്നും ആരും വന്ന് പറയുകയോ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും നമുക്ക് വിഷയമല്ലെന്നേ. നമ്മളെപ്പോഴും വാശിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, തിരിഞ്ഞു നോക്കരുത്. സുമേഷിന്റെ ഈ ജോലിയിൽ ഞാൻ അത് തന്നെ പറയുള്ളൂ, നമ്മൾ മുന്നോട്ട് പോകണം. വരണോടത്ത് വെച്ച് നമ്മൾ എന്താ പറയുക, നമ്മൾ അന്തസ്സായിട്ട് അതായത് ചുമ്മാ നമ്മൾ ഒരു നിലപാടും ഇല്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ ഒരു 100 വർഷം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരൊറ്റ ദിവസം പറയാനുള്ളത് ആരുടേതായിരുന്നാലും മുഖത്ത് നോക്കി പറയുകയും ചോദിക്കുകയും ചെയ്ത്, അതായത് സഭ്യമായ ഭാഷയിൽ അവകാശം ചെയ്യാൻ ഒരു സ്വകാര്യ വ്യക്തിയെ ചോദ്യം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നതാണ് ഒരു ദിവസം, അല്ലേ? അതാണ് നല്ലത്. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ചിരി വന്ന മറ്റൊരു കാര്യം, ഒരു പ്രമുഖ നടി, ഈ പ്രമുഖ നടി പറഞ്ഞത് എന്താണ്, പൊട്ടിയിട്ടുകൊണ്ടിരിക്കുന്നു, തലവഴി ഒരു കുടം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് ഈ ഡൈ ഒക്കെ ഒലിച്ചിറങ്ങുമെന്നാണ്. ഒരു അതായത് മുടിയില്ല ഈ ഹിപ്പി സ്റ്റൈലിൽ വേണ്ടി ഒരു നടിയാണത് പറയുന്നത്. ടീച്ചർ കേട്ടായിരുന്നു? അതായത് എനിക്ക് പിന്നെ ഈ പ്രശ്നങ്ങൾ ഈ സത്യം പറ്റ അവർക്ക് ശരി യഥാർത്ഥ കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. എന്റെ പുട്ടിയടിച്ച കാര്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? എന്റെ പുട്ടിയടിച്ചിട്ട് ഞാൻ അത്യാവശ്യം ഉണ്ടായിരുന്ന ആളാ. 67 വയസ്സ് ഇപ്പൊ ഡിസംബർ 20 കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടെ പറയാം. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മുടിയൊക്കെ നരച്ചിട്ടേ, മുടി നരച്ച് ഭസ്മക്കുറിയൊക്കെ ഇട്ട്, ഒരു 3 ആകുമ്പോൾ ഭസ്മക്കുറി ഇടും, സന്ധ്യ സമയമാകുമ്പോൾ രാവിലെയൊക്കെ ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ട് കൊടുക്കുക, സാരിയൊക്കെ മാറ്റണം. സെറ്റ് മുണ്ട് എടുത്ത് നരച്ച് കുറച്ച് അവിടെ ഇരുന്ന വല്ല പിള്ളേരും വരുമോ? വരില്ല. അപ്പൊ പിന്നെ ഈ പുട്ടി അടിക്കണ എന്തിനാ വിപണിയിൽ ഇറങ്ങണത്? അല്ല, ഇത് ഈ അവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ടീച്ചർ ഒളിച്ചു വാങ്ങിക്കുന്നില്ല. അതല്ലേ പറഞ്ഞത്, ഇതെല്ലാം നിർത്തലാക്കട്ടെ. ഇപ്പൊ കുടിച്ചു അയ്യോ കുടിച്ചിട്ട് വന്ന് ഭർത്താവ് തന്നെ തല്ലണു, ഇടിക്കണു, കൊല്ലണ്. കുടിക്ക് നിർത്തണ്ട കുടിക്കണ സാധനമൊക്കെ. അത് വിപണിയിൽ നല്ല സെയിലല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പൊട്ടിറങ്ങുന്നതും ഈ പുട്ടി അടിച്ചിട്ടുള്ളതും തല ഡൈ അടിക്കുന്ന സാധനങ്ങളൊക്കെ വിപണിയിലുണ്ട്. ഒരു കാലത്ത് ഡൈ അടിച്ചോണ്ടിരുന്ന ആൾക്കാർ ഇല്ലില്ല. എൻ്റെ അച്ഛനും അമ്മയും ഡൈ അടിച്ചിട്ടൊന്നുമില്ല. ആ കാലത്ത് ഇതൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യും. 10 പിള്ളേരെ കിട്ടണമെങ്കിൽ നല്ല അടിച്ച് പൊളിച്ച് അന്തസ്സായിട്ട് നല്ല സാരി ഉടുത്ത് സ്വർണ്ണമൊക്കെ വാരിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചാലേ അവർ നല്ല വെല്ലമായിട്ട് ജീവിക്കുന്നു. 100 രൂപ തരേണ്ടടുത്ത് 1000 രൂപ ഫീസ്. ആ ടീച്ചറിന് ഫീസ് കൂടുതലല്ല. അവിടെ പഠിക്കണമെങ്കിൽ അങ്ങനെയാ. അതുപോലെ എൻ്റെ വീട് കുറച്ച് വലിയ വീടാണ്. ഇനിയിപ്പോൾ ഈ കാറ് വരുമ്പോൾ അതും കൂടെ നടയെ കിടന്ന
ഫീസ് കൂടുതൽ ചോദിക്കാം. അതെ അതെ, ഞാൻ ജാഗോർ എടുത്തു, വെറുതെ അല്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും തരണം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ജാഗോറുള്ള ടീച്ചർ എടുത്തുകൊണ്ട് പഠിപ്പിക്കാന്ന് പറയാമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം കളയുന്ന ആളാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ മോനോ എന്നെങ്കിൽ രണ്ടാമതേ ഉള്ളൂ. അതായത് അവർക്കൊക്കെ നമ്മുടെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിരുന്നാലും നീ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നതെന്ന് ഭർത്താവ് ചോദിച്ചാൽ എനിക്ക് ഒരുങ്ങും, ഞാൻ ഒരുങ്ങും. എൻ്റെ ആവശ്യമല്ലേ, എൻ്റെ സ്വന്തം ആവശ്യമല്ലേ അത്. അപ്പം നമ്മൾ കൂറയായിട്ട് ഒരു വൃത്തിയില്ലാണ്ടെന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ നടക്കാൻ പാടില്ല. ഏത് ആർട്ടിസ്റ്റായാലും ഞാൻ പറയുന്നത്. ഇപ്പം എല്ലാ സിനിമാ നടി, സീരിയൽ നടി അല്ലെങ്കിൽ ഡാൻസ് ആരൊക്കെ ആണെങ്കിലും ഒരുങ്ങി നടക്കട്ടെ. ഇവൻ നാട്ടുകാർക്ക് എന്തിൻ്റെ കേടാ? അല്ല, അതാണ് എപ്പോഴും നമുക്കില്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടായി എന്ന് കാണുമ്പോൾ ആ ഒരു അസൂയുണ്ടല്ലോ, അതാണ് പലരും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് തള്ളിക്കളയുക മാത്രമേ വഴിയുള്ളൂ. എന്തായാലും ടീച്ചർ ഇപ്പോൾ ജാഗോറൊക്കെ എടുക്കണം എന്ന് പറഞ്ഞതിന് വളരെ സന്തോഷം. കാരണം നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞാനും കടന്നുപോയത്. ഒരു വല്ലാത്ത നമ്മൾ ഒരുപക്ഷെ അറിയാത്തൊരു തെറ്റ് ഇപ്പം പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ടീച്ചറും അതറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. നമ്മൾ ഇപ്പോൾ 3ാമത്തെ തവണയാണല്ലേ കാണുന്നത്. അന്ന് പലരും പറഞ്ഞു പ്ലാൻ ചെയ്തതൊക്കെ. എന്നോട് വേറെ ചിലർ പറഞ്ഞെന്താ അറിയോ, ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഞാൻ പോവാ, എനിക്ക് വേണ്ടപ്പെട്ട ചിലരോട് ടീച്ചറെ പോവല്ലേ. ഞാൻ എന്തു പറ്റി? അത് അന്ന് ടീച്ചർ എന്തെന്നാ പേര് പറഞ്ഞേ? ഞാൻ പറഞ്ഞു സുമേഷ് DNA. ടീച്ചറിന് ഇനിയും കൊടുക്കാനായിട്ടാ വിളിപ്പിക്കണത്. ഞാൻ പറഞ്ഞു എന്ത് കൊടുക്കാൻ? അങ്ങനെയൊന്നും അന്ന് നിങ്ങൾക്കത് എനിക്ക് ആ വ്യക്തിയെ നേരത്തെ ഒരു പ്രാവശ്യം പരിചയമുണ്ട്. പിന്നെ ഞാൻ സംസാരിച്ചത് എന്നോട് ഇടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളതിനാരും പേരും ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇട്ടോ എന്ന് പറഞ്ഞു എന്നാൽ ആ ബന്ധത്തിൽ പേര് എല്ലാം ഇട്ടു. അത് ഇത്രയും പ്രശ്നമാവുമെന്ന് നമ്മൾ രണ്ടുപേരും വിചാരിച്ചില്ല. അല്ലാണ്ട് അദ്ദേഹം എന്നെ ഒരിക്കലും അങ്ങനെയൊന്നും വിളിച്ച് എൻ്റെ വായിന്ന് കിട്ടിയാലേ ഇടുള്ളൂ. അതല്ല, കിട്ടിയാൽ തന്നെ ഞാൻ എൻ്റെ ഒരു രീതി അനുസരിച്ച് പലരും ചോദിക്കാറുണ്ട്. ഈ നമ്മൾ അഭിമുഖത്തിനൊക്കെ ഒരാൾ ക്ഷണിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ അവരെ പിന്നാലെ നടന്ന് ഒരു അഭിമുഖം സംഘടിപ്പിച്ചെടുക്കുകയോ ചെയ്തിട്ട് അവരെ കുരുക്കിലാക്കുന്ന ചോദ്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? മനുഷ്യനാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോകും. അതൊക്കെ നമ്മളത് പ്രശ്നമാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് അങ്ങ് മാറ്റണം, അല്ലേ? അങ്ങനെ വേണം ചെയ്യാൻ. പക്ഷെ അന്നത്തെ ഒരു സംഭവത്തിൽ നമുക്കങ്ങനെ തോന്നാത്തത് കൊണ്ട് ചെയ്താണ്. അല്ലാതെ ആരെ അപമാനിക്കണമെന്ന് ടീച്ചറും കരുതിയിരുന്നില്ല, ഞാനും കരുതിയിരുന്നില്ല. അപ്പം അങ്ങനെ വന്നത്. എന്തായിരുന്നാലും ഈ ജാഗ്വാറൊക്കെ ഇപ്പൊ എന്തായിരുന്നാലും ആ ഒരു കേസ് വന്നതോടുകൂടി വെച്ചടി കയറ്റമാണ്. സംശയമില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു 3-4 പ്രോഗ്രാം ചെയ്തു. കുട്ടികളും വരുന്നുണ്ട്. അതിനേക്കാളും പ്രശ്നം ഈ പഴയ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അത് ശരി. പല ദിക്കിലും എൻ്റെ കുട്ടികളുണ്ട്. അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് അവർക്കൊക്കെ എന്നെ അറിയാം. ടീച്ചർ ഇനി സംസാരിക്കല്ലേ, ഇനി സംസാരിക്കാൻ പോകണ്ട, ടീച്ചറിനെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ടീച്ചർ ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ടീച്ചറിനെ കാണാൻ. ടീച്ചർ മനസ്സ് വിഷമിക്കരുത്. ഞാൻ പറഞ്ഞു ഒരു വിഷമമില്ല, നിങ്ങൾ പോരെ എന്നെ കാണാൻ. എന്നിട്ട് അവർ വരുന്നു, അവർ പ്രോഗ്രാം ചെയ്യാൻ. അന്ന് നമുക്ക് സീസണിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. എല്ലാം ചെയ്തിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും സുമേഷ് അറിയാം. ഞാൻ ഇത്തിരി ഭേദപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്നറിയാം. പിന്നെ ഒന്നും അറിയാൻ പാടില്ലാത്തവർ അവർ കൂറയായിട്ട് നടക്കണം. അതുകൊണ്ട് ഈ ഇടയ്ക്ക് കുറേ കൂടി നന്നായിട്ട് നടക്കുകയാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവർ ഇനി പറയരുതല്ലോ. അല്ല, അത് ഒരു മനുഷ്യജന്മത്തിൽ അത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ പഠിപ്പിച്ച ഒരു കുട്ടിയെങ്കിലും കാണുമല്ലേ? അല്ലാതെ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ചെളിവാരി ഞാൻ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഇന്നലെ നടന്ന സംഭവം, ഒരു ക്ഷേത്രത്തിൽ ഞാൻ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞു ചെന്നു. നല്ല ട്രീറ്റായിരുന്നു എനിക്ക്. അപ്പോൾ അവിടെ കുറേ എന്നേക്കാൾ കുറേ ജൂനിയേഴ്സായിട്ടുള്ള അല്ലാത്ത കുറേ ടീച്ചർമാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ അവിടെ ഫോം ഫില്ല് ചെയ്ത് സൈൻ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ചെന്നാൽ അപ്പോൾ ടീച്ചർ സത്യഭാമൻ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പഴയ കാര്യമൊക്കെ അവർക്കറിയാം. ആ സീസണിൽ നടന്ന കഴിഞ്ഞ പോലെ. എന്നിട്ട് പോലും അവരെനിക്ക് കസേര ഇട്ട് തരും. നല്ല ട്രീറ്റായിരുന്നു. റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊരു സീനിയറാണ്, അതേ കൂടി അവർ കണക്കിലെടുത്ത് കാണുമായിരിക്കും. അല്ലാതെ ഇവരൊന്നും വിചാരിക്കുന്നത് പോലെയൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അല്ല, ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്. അന്ന് ഈ പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും, അതായത് TV ചാനലുകളിൽ വന്നിരുന്ന് ടീച്ചർക്കെതിരെ അതിശക്തമായി വിമർശിച്ചവരെല്ലാം അതിൽ ചിലരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അവരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച് പറഞ്ഞു, സുമേഷേ, അത് നമ്മളിപ്പോൾ ചാനലിൽ വിളിക്കുന്നത് ഇതുപോലുള്ള കാര്യത്തിലാണല്ലോ. ഇപ്പം അവർ പറഞ്ഞത് അങ്ങനെയാണ്, അത് തെറ്റ്, അതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല, അത് അവരുടെ അഭിപ്രായമായിരിക്കാം. പുള്ളിക്ക് അതൊന്നും പ്രശ്നമല്ല. ഞാൻ 2-3 വ്യക്തികളോട് സംസാരിച്ചു. പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെ ചാനൽ വിളിക്കുകയല്ലേ, ചാനൽ വിളിക്കുമ്പോൾ അതൊരു എന്താണ് ആ ഒരു രീതിയിൽ പറയാനാണല്ലോ വിളിക്കുന്നത്. മുൻകൂട്ടി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, അല്ലാതെ ഇവരുടെ നിലപാടനുസരിച്ചല്ല വിളിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ
ആ ഒരു കേസ് വന്നതോടുകൂടി പറഞ്ഞതുപോലെ വെച്ചടി അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ തീരെ ഇതല്ല. എല്ലാവർക്കും ഒരു തട്ടിയത് കൊറോണ വന്നപ്പോഴാണ്. അത് എല്ലാ മേഖലയിലും പറ്റിയല്ലോ. അത് എനിക്കെന്നല്ല, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പറ്റി. അതൊക്കെ ഇപ്പോൾ പോയല്ലോ, പോയി ഇപ്പം അതേതുപോലെ ഇങ്ങനെ വന്നു തുടങ്ങി. അല്ല, അതാണ് ടീച്ചർ. അതിൽ വേറൊരു കാര്യം, സന്തോഷം തോന്നുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഇത്രയും തമാശയായിട്ട് പറഞ്ഞെങ്കിലും സന്തോഷം, എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് അമൃത TV-യുടെ ഇൻ്റർവ്യൂ കണ്ടതാണ്. അത് യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന്റെ കണ്ണിൽപ്പെട്ടത്. ഞാൻ കണ്ടില്ല കേട്ടോ, അത് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ 2 പാർട്ടും ഞാൻ കണ്ടു. 2 പാർട്ടാണെന്ന് തോന്നുന്നു, അത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എനിക്ക് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അതെന്നറിയുമോ, ഞാൻ അറിയാതെയാണെങ്കിലും ടീച്ചറിന്, എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് ടീച്ചർക്ക്. അമ്മയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരു 68 വയസ്സ് ഇപ്പോൾ ഉണ്ടാവുമായിരുന്നു. 5 വർഷം മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ ആ അമ്മയുടെ പ്രായമുള്ള ഒരാളിനെ ഞാൻ കാരണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഇതുപോലൊരു ഒരു കുരുക്കിലേക്ക് അവർ വന്നു എന്നുള്ളൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് മാറിയത് ഈ പറയുന്ന അമൃത TV-യുടെ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള അത് കറക്റ്റ് മറുപടി ടീച്ചർ കൊടുത്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കമൻറ്റുകളിൽ വന്നത് അല്ലേ, ഉളുപ്പില്ല. അന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ അതിനെ തിരുത്തുന്നു. ഇവർക്കെന്താ ഈ വിഷയം? ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോൾ ബോച്ചയെ പറയുന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ബോച്ചയെ പറഞ്ഞ എല്ലാ തെമ്മാടിത്തരങ്ങളെയും കൈയടിച്ച് പ്രോത്സാഹിച്ചവന്മാരാണ് ഇവന്മാർ ഇന്ന് ബോച്ചയ്ക്കെതിരെ പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ കരുതിയാൽ മതി. ഇനിയിപ്പോൾ ജാഗ്വാർ വരട്ടെ, അത് കഴിഞ്ഞിട്ട് ലംബോർഗിനി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായി. മാത്രമല്ല, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവര് ജനങ്ങൾ കടന്ന് ആവലാതിപ്പെടുന്നുണ്ടല്ലോ. സുമേഷ്, എനിക്ക് ഒരു മോനേ ഉള്ളൂ. എനിക്ക് പെൺകുട്ടികളൊന്നുമില്ല, കെട്ടിച്ച് വിട്ട്. ദത്തെടുക്കാൻ ആഗ്രഹമുണ്ടോ? അല്ല, ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കണം. അതിന് എനിക്ക് പ്രാരാബ്ദങ്ങളൊന്നുമില്ല. ഒരു മോനുണ്ട്, അവന് ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2-2.5 കോടിയുടെ ഒരു വീട്, 3 നല്ലൊരു കെട്ടിടം, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ തമ്പുരാമുക്ക് റോഡ് സൈഡുണ്ട്. 35 ലക്ഷം അവിടെ ഒരു സെന്റിന്. മനസ്സിലായില്ലേ? ജീവിക്കുക അതുപോലെ. ഡാൻസൊക്കെ ഞാൻ ചോദിക്കട്ടെ, മരണവും രോഗവും ഇത് രണ്ടും നമ്മുടെ കൂടെ ഉണ്ട്. പറയാൻ പറ്റുമോ? നാളെ എനിക്ക് 5 ലക്ഷം കിട്ടും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. നാളെ രാവിലെ ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? വായിക്കാൻ വേണ്ടി ആളുണ്ടാവണ്ടേ? ഈ രോഗവും മരണവും നമ്മുടെ കൂടെ ഉണ്ട്. അതിന് ദൈവത്തിന് സ്തുതി പറയാ. ഇതുവരെ എത്തിച്ചതിന് ഏകദേശം 3/4 ഭാഗമായി അല്ലേ? ഇനി ഒരു 1/4 ഭാഗമുള്ളൂ. അത് ദൈവം കൊണ്ടുപോയിക്കോളും. എന്താ പറയുക, എൻ്റെ നാളിനെ കുറിച്ച് എല്ലാ നാളുകാർക്കും ഫസ്റ്റ് ഒരു പാരഗ്രാഫുണ്ട്. അത് ഒരു കാലത്തും മാറില്ല. പിന്നെ ഓരോ മാസത്തെ ഓരോ ഇത്രയും വർഷത്തെ അല്ലെങ്കിൽ എല്ലാ നാളുകാരുടെ കാര്യങ്ങളും ഓരോ ജ്യോത്സ്യന്മാർ പറയുന്നതാണ്. പക്ഷേ ഓരോ നാളിൻ്റെ ഒരു പാരഗ്രാഫ് അത് ആജീവനാന്തം അത് തന്നെയാണ്. അത് വായിച്ചു നോക്കിയാൽ ആ വ്യക്തിയുടെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ്, അതങ്ങനെയാണ്. അത് നമുക്ക് ജ്യോത്സ്യം പഠിക്കുകയൊന്നും വേണ്ട. പഠിക്കാൻ അതിൻ്റെതായ മേഖലയിലുണ്ടില്ല എന്നല്ല, പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ എന്നെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇപ്പം നാള് പറയണില്ല, എന്താ വെച്ചാൽ വല്ലൊരു കൂടോത്രത്തിന്റെ സമയമാണ്. അപ്പോൾ എന്തായാലും പിന്നെ ടീച്ചർ ഞങ്ങളുടെ ഓഫീസിലേക്ക് തന്നെ വന്നു. അന്ന് ഞങ്ങൾ പിന്നെ ടീച്ചറുടെ വീട്ടിലാണ് വന്ന് ഇന്റർവ്യൂ ചെയ്തത്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് തന്നെ വന്നു. ഒരുപാട് ഈ തിരക്കിൻ്റെ ഇടയിൽ, കാരണം രാവിലെ കുട്ടികളെ പഠിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് അറിയാം, എനിക്ക് തിരക്കറിയാം. രാവിലെ 5 മണിക്ക് കൊണ്ടുവന്ന് ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളുടെ തിരക്ക്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അത് ശരി. ഇന്ന ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ എന്തായിരുന്നാലും ജാഗ്വാർ വരുമ്പോൾ ചിലവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും ടീച്ചറെ ഒരുപാട് മുന്നോട്ട്, ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകാൻ. ഒരു കാര്യം കൂടി, ഈ സത്യത്തെ ഒരുപാട് കാലം മറച്ചു പിടിക്കാൻ കഴിയില്ല. നമ്മൾ നടന്നു പോകുന്ന വഴികൾ അത് മാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ ഹിന്ദുക്കളെ എല്ലാ മതങ്ങളും നോക്കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നമ്മുടെ ഒരു സമയം നോക്കും. എൻ്റെ സമയം ഇപ്പം എങ്ങനെയാണ് എല്ലാവരും. അതുപോലെ ചിലർക്ക് ചില ചീത്ത സമയങ്ങൾ വരും ജാതകത്തിൽ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ചില സമയത്ത് ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. അത് കഴിയുമ്പോൾ അത് താനെ അങ്ങോട്ട് ഇറങ്ങി വരും. അത് കുന്നത്ത് തന്നെ നിന്നിട്ട് അവിടെ കാര്യം നടക്കും? ഇല്ല, എപ്പോഴായാലും താഴ്ത്തിക്ക് ഇറങ്ങേണ്ടി വരും അല്ലേ? ഇപ്പം നമ്മൾ പടി കയറി ഇങ്ങോട്ട് വന്നു, താഴെ പോയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് നല്ല സമയം ചീത്ത സമയമൊക്കെ ഉണ്ടാവും. ഇതിന് ജീവിക്കേണ്ട ഒരു ഗട്ട്സാണ് വേണ്ടത്. മനസ്സിലായി? എല്ലാം തരണം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, പെൺകുട്ടികളില്ല എനിക്ക്. ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു മോനുള്ള 43 വയസ്സായി. അവൻ എങ്ങനെയും ജീവിച്ചോളും. വീഡിയോ മറുത്ത് കിടന്ന് അവൻ ജീവിച്ചോളും. പേടിക്കാനില്ല. എത്രയോ പേര് അനാഥര് അവിടെ ഇവിടെയും കിടന്നുറങ്ങണില്ലേ? അത് എൻ്റെ കയ്യിൽ എത്ര സ്വത്ത് പണമൊക്കെ ഉണ്ടെങ്കിലും അത് വെച്ച് ഞാനില്ലാണ്ടായി അവന് ജീവിക്കാൻ അറിയണം. എൻ്റെ മോനെ
അതില്ലെങ്കിൽ നീ അനുഭവിച്ചോ എന്ന് തന്നെ ഞാൻ അവനോട് പറയാറുണ്ട്. മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ നിനക്ക് ജീവിക്കാം, നിനക്കുള്ള ഉണ്ടാക്കി ഞാൻ വെക്കുന്നുണ്ട്. നീ ഇല്ല, നീ നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നീ ചീത്തയായിട്ട് നടക്കുക എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മോനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നീ നന്നായില്ലെങ്കിൽ നീ അനുഭവിച്ചോ. നമ്മൾ ചത്തു കഴിഞ്ഞാൽ തല തെക്കോട്ടാണോ വടക്കോട്ടാണോ നമ്മൾ അറിയില്ല, ആരെങ്കിലും കോർപ്പറേഷൻ അതിലെടുത്തോണ്ട് നോക്കോളും അല്ലേ? ശരിയല്ലേ? അപ്പൊ അതല്ല, ദൈവികണെങ്കിൽ ജീവിച്ചോ. അതുകൊണ്ട് സത്യഭാമ ടീച്ചറിന് ഈ നിമിഷം വരെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഉണ്ടാവാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തലയ്ക്ക് ഭ്രാന്താവണം. അല്ലേ അല്ലേ? സമയമില്ല, കാരണം രാവിലെ അത് ഞാൻ വേറൊരു സത്യം കൂടെ പറയാം. നേരം വെളുത്ത് ക്ലാസ് എന്ന് പറഞ്ഞില്ലേ സുമേഷ്, ഇപ്പൊ ക്ലാസ് എടുക്കണോ, രാവിലെ എടുക്കണോ, ഇത് ഈശ്വരാധീനമുള്ളൊരു തൊഴിലാണ്. എല്ലാം നമ്മുടെ ഭഗവാനും ദേവിയും ശിവനെയും കൃഷ്ണനെയും എല്ലാ ദൈവങ്ങളെയും വിളിച്ച എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. ഏത് കലയും ആണല്ലോ. അല്ല, നൃത്തങ്ങളാണ് ഞാൻ പറയുന്നത്. നൃത്തങ്ങൾ ഇപ്പോൾ തബല വായിക്കുന്ന ഒരാൾക്ക് ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു രാഗം ഒരാളെ അതിനകത്ത് പുഷ് ചെയ്ത് പറയണ്ടാവും. ദേവിയായാലും ദേവനായാലും എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നേരം വെളുത്ത് നമ്മൾ ഭഗവാന്റെ പാട്ട് പാടുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു തെറ്റുകൾ ചെയ്യാൻ തോന്നൂല. മനസ്സിലായില്ലേ? എപ്പോഴും ഞാൻ മിക്ക ദിവസം അമ്പലങ്ങളിൽ പോണ ഒരാളാണ്. 2 നേരം വീട്ടിൽ വിളക്ക് കൊളുത്തും. അപ്പോൾ വരുമ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ മടിക്കും. മനസ്സിലായി? ഒരാളെ ദ്രോഹിക്കാൻ മടിക്കും, ഒരാളെ ചതിക്കാൻ മടിക്കും. ഈ നിമിഷം വരെ ഞാൻ ഒരാൾക്ക് 5 പൈസ കൊടുക്കാനില്ല, എനിക്ക് തരാനുള്ളൂ. അപ്പം അങ്ങനെ ചതിച്ചിട്ട് കുറേ പൈസ എൻ്റെ പുറത്ത് കിടപ്പുണ്ട്. അവർക്ക് ഒരു വികാരമില്ല എനിക്ക് തരണമെന്നുള്ളത്. അത് അവരുടെ സ്വഭാവമാണ്, അല്ലേ? ശരിയല്ലേ? ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരാളെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് എന്നെ ഇപ്പോൾ സുമേഷ് എന്നെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് സുമേഷ് വിളിക്കാണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. എന്താ പറയുക, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് വേണം. അയ്യോ ഞാൻ റെഡി ആയില്ല, ഞാൻ വന്നില്ല. സുമേഷ് പറഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ വഴിയിൽ ബ്ലോക്കായിരുന്നു കുറച്ച്, അതാണ് ഒരു 10 മിനിറ്റ് താമസിച്ചത്. അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന് കറക്റ്റായിരിക്കണം. അത് ആ കലാമണ്ഡലം നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ഷാർപ്പാണോ ടൈമിംഗ് ഒക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കിയേ നമുക്കൊരു വിജയ ലക്ഷ്യമുണ്ട്, കിട്ടുന്ന എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇപ്പം എന്തായാലും ഈ തിരക്കിനിടയിലും വന്നു. ഇനി ഇപ്പോൾ അടുത്ത പൊല്ലാപ്പ് ഉണ്ടാക്കരുത്. അടുത്ത പൊല്ലാപ്പ് നമ്മളല്ലല്ലോ കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഒരു മാനസികാവസ്ഥയില്ലേ അത്. അല്ല, നമ്മളെ നോട്ടപ്പള്ളിയാക്കി വെച്ചാൽ രണ്ടുപേരും നോട്ടപ്പള്ളികളാണ്. അപ്പൊ എന്തായിരുന്നാലും ഇപ്പോ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പോകാനൊന്നും ഇല്ല, കാരണം ഇത്രയും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. അല്ല, ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ടല്ലോ, അതിന് ദൈവത്തിന് വിട്ടുകൊടുക്കല്ലോ. അതെന്നാ എൻ്റെ ഒരു വിശ്വാസം. എപ്പോഴും, അതായത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇത്രയും ഊർജ്ജസ്വലയായി ഇത്രയും തമാശകൾ പറഞ്ഞ് ഇനിയും ടീച്ചർക്ക് ഒരുപാട് കുട്ടികളെ. അതുപോലെ തന്നെ എനിക്ക് എന്നെ വിളിച്ച് ഒന്നും കൂടി സുമേഷ് എന്നെ വിളിച്ച് എല്ലാവരും പറഞ്ഞു സുമേഷിൻ്റെ അവിടെ പോകരുത് ടീച്ചറെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ പറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, പോയി നോക്കട്ടെ, ഞാനല്ലേ സംസാരിക്കണത്. അതുകൊണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നമ്മളെ ഒന്ന് തിരുത്താൻ സുമേഷിന് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഞാനും തിരുത്തി. നമ്മൾ തെറ്റുകൾ പറ്റാത്തവരാരുമില്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും വേദനിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ അവസരം വന്ന എല്ലാത്തിലും ഒരു നല്ലൊരു ശുഭ ഇത് തന്നതിന് നിങ്ങളുടെ ഈ ചാനൽ DNA-ക്കും അതേപോലെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.